കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ടിവിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങൾ നമുക്ക് കർത്താവ് യേശുക്രിസ്തു നല്ല ഇടയനാണെന്നും കർത്താവ് യേശുക്രിസ്തു ആട്ടിൻ തൊഴുത്തിൻ്റെ വാതിൽ ആണെന്നുമുള്ള ആ മനോഹരമായ ആത്മീക പാഠങ്ങൾ നമുക്ക് പഠിക്കുവാൻ തക്കവണ്ണം, കേൾക്കുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിച്ചു. ഇന്ന് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനായി നമുക്ക് ആ വാക്യം വായിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടെ ഈ വാക്യം കേൾക്കുക. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവൻ ഉണ്ടാകുവാനോ സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നതിൻ്റെ ഉദ്ദേശം വെളിപ്പെടുത്തുന്ന വളരെ മനോഹരമായ ഒരു വാക്യമാണ് ഇവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. 10-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ കണ്ടു, കള്ളൻ എന്തിനാ വരുന്നത്. ഇവിടെ യേശു ഈ കള്ളനെക്കുറിച്ച് എന്തിനാ പറഞ്ഞതെന്ന് നമുക്കൊന്ന് ആശ്ചര്യം തോന്നും. വാസ്തവത്തിൽ കർത്താവ് യേശുക്രിസ്തു ഈ കള്ളൻ എന്ന് ഉദ്ദേശിച്ചത്, ദൈവത്തെങ്കിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം, ആത്മീയതയെക്കുറിച്ച് സംസാരിച്ച പ്രസംഗിച്ച അനേക ആളുകൾ ഉണ്ടായിരുന്നു. അവരെല്ലാവരും തന്നെ ദൈവത്തെങ്കിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ മോഷ്ടിക്കുകയും അറുക്കുകയും മുടിക്കുകയും ചെയ്തു. ഇത് കർത്താവ് യേശുക്രിസ്തു അന്ന് ഉണ്ടായിരുന്ന ആത്മീയ സ്ഥിതിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇന്നും നമുക്കിത് കാണാൻ കഴിയുന്നുണ്ട്. പലരും ആത്മീയതയുടെ പേരിൽ ദൈവത്തെങ്കിലേക്ക് ആളുകളെ കൊണ്ടുപോകുക എന്നുള്ളതിൻ്റെ പേരിൽ ജനത്തെ മോഷ്ടിക്കുകയും അറുക്കുകയും മുടിക്കുകയും അത്യന്തികമായി അവരെ നശിപ്പിക്കുന്ന പ്രവണതയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പക്ഷേ അതിൻ്റെ സ്ഥാനത്ത് കർത്താവ് യേശുക്രിസ്തു തന്നെ തന്നെ പരിചയപ്പെടുത്തുന്നത്, ഇനി ഞാനാണ് നിങ്ങളുടെ ഇടയൻ. കർത്താവ് യേശുക്രിസ്തു ആടുകളുടെ മഹാ ഇടയനാണെന്നും നമുക്ക് വിശുദ്ധ വേദോസത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അതായത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യം, ഇടയ ശ്രേഷ്ഠൻ, ഏറ്റവും വലിയ ഇടയൻ എന്ന് പറഞ്ഞാൽ കർത്താവ് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു പിതാവായ ദൈവത്തിനും നമുക്കുമിടയിൽ മധ്യസ്ഥനായി നിന്നുകൊണ്ട് ആ രക്ഷണീയ പ്രവൃത്തി, നമ്മെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുന്ന ആ പ്രവൃത്തി ചെയ്യുന്നതുകൊണ്ട് യേശുക്രിസ്തുവാണ് യഥാർത്ഥ വാതിൽ. യേശുക്രിസ്തുവാണ് നമ്മെ നയിക്കുന്നത്, നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കാം, അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിലുള്ള പുരോഹിതന്മാരോ അല്ലെങ്കിൽ ശുശ്രൂഷകന്മാരോ അവരുടെ റോൾ എന്താണ്? അവരും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ആ ശുശ്രൂഷയിലാണ് നിൽക്കുന്നത്. അവർ ജനത്തെ പഠിപ്പിക്കേണ്ടത് യേശുക്രിസ്തുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നും യേശുക്രിസ്തുവിനോടുള്ള രക്ഷ നിങ്ങൾ കൈവശമാക്കണമെന്നും യേശുക്രിസ്തുവാണ് നിങ്ങളുടെ വാതിലെന്നുമാണ് അവർ പഠിപ്പിക്കേണ്ടത്. അവർ യേശുവിനെയാണ് നമ്മെ പരിചയപ്പെടുത്തേണ്ടത്. അല്ലാതെ ഞാൻ നിങ്ങളെ ദൈവത്തെങ്കിലേക്ക് കൊണ്ടുപോകാമെന്നല്ല നമ്മൾ പഠിപ്പിക്കേണ്ടത്. മറിച്ച് രക്ഷിക്കുന്ന യേശുവിനെക്കുറിച്ച് വേണം അവർ പ്രസംഗിക്കുവാൻ. ഇന്ന് ഞാനും നിങ്ങളോട് പ്രസംഗിക്കുന്നത് കർത്താവ് യേശുക്രിസ്തുവിനെക്കുറിച്ചാണ്. അല്ലാതെ നിങ്ങൾ എന്നെ വിശ്വസിക്ക്, നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാകും, നിങ്ങൾ എൻ്റെ സഭയിൽ കടന്നു പോവാ, അല്ലെങ്കിൽ എൻ്റെ ശുശ്രൂഷ അനുഭവിക്കുക, നിങ്ങളുടെ ജീവിതം മാറി മറിയും എന്നെനിക്ക് പഠിപ്പിക്കാൻ കഴിയത്തില്ല. കാരണം അതിൻ്റെ ഉത്തരവാദിത്വം യേശു ഏറ്റെടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് വിശ്വാസത്തോടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വരുന്ന ഏതൊരു വ്യക്തിയും അവർ മോഷ്ടിക്കപ്പെടത്തില്ല, അവർ അറുക്കപ്പെടത്തില്ല, അവർ മുടിക്കപ്പെടത്തില്ല, അവർ നശിച്ചു പോകത്തില്ല. അതിൻ്റെ സ്ഥാനത്ത് ഇവിടെ യേശു പറയുന്നു, അവർക്ക് ജീവനും സമൃദ്ധമായ ജീവനും യേശുക്രിസ്തുവിൽ നിന്നും ലഭിക്കാനിടയായിത്തീരും. എന്താണ് ഈ ജീവനും സമൃദ്ധമായ ജീവനും എന്ന് പറയുന്നത്? ഞാൻ ആ വാക്ക് ഒന്ന് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, വളരെ സംതൃപ്തമായ ജീവിതം, തൃപ്തിയുള്ള ഒരു ജീവിതം ദൈവം നമുക്ക് തരും. അപ്പോൾ നിങ്ങൾ ചോദിക്കാം, ഈ തൃപ്തിയുള്ള സംതൃപ്തിയുള്ള ജീവിതം എന്ന് പറയുമ്പോൾ എല്ലാ തലത്തിലും എനിക്ക് സംതൃപ്തി ഉണ്ടാകും എന്നുള്ളതാണോ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. പക്ഷെ അതേസമയം തന്നെ നമ്മളതിനെ വേറൊരു അവസ്ഥയിൽ കാണരുത്. പല ആളുകളും ചിന്തിക്കുന്നത്, കർത്താവ് യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുമ്പോൾ രോഗമുണ്ടാകത്തില്ല, കഷ്ടതയുണ്ടാകത്തില്ല, ദാരിദ്ര്യം ഉണ്ടാകത്തില്ല, സാമ്പത്തിക പ്രയാസം ഉണ്ടാകത്തില്ല എന്നുള്ളതൊക്കെയാണ്. പക്ഷെ അതല്ല ഇവിടെ കർത്താവ് യേശുക്രിസ്തു ഉദ്ദേശിക്കുന്നത്. നമുക്ക് രോഗമുണ്ടാകാം, സാമ്പത്തിക പ്രയാസമുണ്ടാകാം, നമുക്ക് മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാം. പക്ഷെ അതിൻ്റെ നടുവിൽ പോലും
ജീവിതത്തിൽ സംതൃപ്തിയോടെ ജീവിക്കാൻ കഴിയുന്നതായ ആ ആത്മീക അവസ്ഥ നമുക്ക് കർത്താവ് തരും എന്നുള്ളതാണ് യേശുക്രിസ്തു ഈ ജീവനും സമൃദ്ധമായ ജീവൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചില ആളുകൾ ഇതിനെ ലോങ് ലൈഫായിട്ട് ചിത്രീകരിക്കാറുണ്ട്. പക്ഷെ അങ്ങനെയുമല്ല. അങ്ങനെയല്ല കർത്താവ് ഉദ്ദേശിച്ചത്. കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലാണെങ്കിൽ പോലും സന്തോഷിക്കുവാൻ, ആനന്ദിക്കുവാൻ ഒരു ദൈവ പൈതലിന് കഴിയും. കാരണം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത് ഈ സമൃദ്ധമായ ജീവനാണ്. ഇത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിൽ പോലും യേശു എനിക്ക് വേണ്ടി ഉണ്ടെന്നും ഞാൻ യേശുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അവൻ തരുന്നതായ ഉറപ്പുകൾ വിഷമിച്ചു പോകേണ്ട, തകർന്നു പോകേണ്ട, തടർന്നു പോകേണ്ട സ്ഥാനത്ത് പതറാതെ പിടിച്ചു നിൽക്കുവാൻ കഴിയുന്നത് ഈ ജീവനും സമൃദ്ധമായ ജീവനും എന്നുള്ളതായ ആ ചിന്തയാണ്, ആ സന്ദേശമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ വിശ്വസിച്ച ഒരു വ്യക്തിക്ക് ദൈവവചനത്തിലൂടെ നമുക്ക് തരുന്ന ഉറപ്പ് ജീവനും സമൃദ്ധമായ ജീവനുമാണ്. പക്ഷേ പിശാച് എന്താണ് ചെയ്യുന്നത്? ഈ ലോകത്തിലെ താൽക്കാലിക സുഖസൗകര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് പിശാച് നമ്മളെ സുഖിപ്പിക്കാൻ നോക്കും. പക്ഷേ ഫലത്തിൽ അവൻ നിങ്ങളെ നശിപ്പിക്കുക, അവൻ നിങ്ങളെ മുടിക്കുക, അവൻ നിങ്ങളെ അറുക്കുകയാണ്. എന്നാൽ കർത്താവ് യേശുക്രിസ്തു നമുക്ക് ജീവൻ നൽകുന്നു. എത്ര പേർക്ക് ഇന്ന് ഈ ജീവനും സമൃദ്ധമായ ജീവനും അനുഭവിക്കാൻ ആഗ്രഹമുണ്ട്? ഒരു നിമിഷം നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കാം. കർത്താവ് യേശുക്രിസ്തു നമ്മുടെ ഇടയനായി തീരട്ടെ. കർത്താവ് യേശുക്രിസ്തുവിലൂടെ നമുക്ക് പിതാവായി ദൈവത്തിലേക്ക് ചെല്ലുവാൻ കഴിയട്ടെ. അതിനായി നമുക്ക് സമർപ്പിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച ഈ വചനത്തിനായി സ്തോത്രം. അങ്ങ് വന്നത് ജീവനും സമൃദ്ധമായ ജീവനും നൽകാനാണ്. ഇന്നെ കേൾക്കുന്ന ആരെങ്കിലും ജീവിതത്തിൽ പ്രതിസന്ധികൾ നിമിത്തം തകർന്ന് തരിപ്പിടമായി ഒരു പ്രതീക്ഷയുമില്ലാതെ നിരാശയോടുകൂടി ഇരിക്കുന്നെങ്കിൽ കർത്താവ് യേശുക്രിസ്തു മൂലമുള്ള ആ നിത്യരക്ഷയും ദൈവസമാധാനവും നിത്യജീവനും ജീവന്റെ സമൃദ്ധിയും അനുഭവിപ്പാൻ നീ അവരെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ജീവനും സമൃദ്ധമായ ജീവനും അനുഭവിച്ച് മുന്നോട്ട് പോകുവാൻ കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. God bless you all. Have a nice day. Thank you for watching Morning Dew. Kindly tune up for next day messages.